ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾക്ക് റംദാൻ ആശംസകളുമായി പത്മശ്രീ MA യൂസഫ് അലി. ഒരിക്കൽ കൂടി റമദാൻ വന്നിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ബുദ്ധിമുട്ടും വിഷമങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ പരിശുദ്ധ റമദാൻ. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഉപവാസം എല്ലാ മതങ്ങളിലുമുണ്ട്. അത് പല രീതിയിലും പല രൂപത്തിലുമാണ് എന്നാണ്. നമ്മുടെ നോമ്പ് എന്ന് പറയുമ്പോൾ സുബഹി നമസ്കാരത്തിന് മുമ്പ് മുതൽ മഗ്രിബ് നമസ്കാരം ബാങ്ക് കൊടുക്കുന്ന വരെയുള്ള സമയമാണ് നമ്മൾ വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ദൈവത്തിനെ മാത്രം ആലോചിച്ചുകൊണ്ട്. അത് നമ്മുടെ വയറിന് മാത്രമല്ല നോമ്പ്, നമ്മുടെ കണ്ണിന് നോമ്പ്, സംസാരത്തിന് നോമ്പ്, നമ്മുടെ പ്രവൃത്തിയിൽ നോമ്പ്. അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷനാണ് നോമ്പ്. ലോകത്തൊരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ച് ജീവിക്കുന്നുണ്ട്, ഒരു നേരം ഭക്ഷണം ശരിക്ക് കിട്ടാതെ. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും വിഷമവും എന്തായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ നമ്മൾക്ക് മനസ്സിലാവുകയാണ്. ആയതുകൊണ്ട് നോമ്പ് തുറക്കൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അസോസിയേഷനുകളായാലും ശരി, മറ്റു സ്ഥാപനങ്ങളായാലും ശരി, മതസ്ഥാപനങ്ങളായാലും ശരി, മറ്റു സഹോദര സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളായാലും ശരി, അവരുടെ ആരാധനാലയങ്ങളായാലും ശരി, ഗൾഫ് രാജ്യങ്ങളൊക്കെ നോമ്പ് തുറക്കാറുണ്ട്, നോമ്പ് തുറ സംഘടിപ്പിക്കാറുണ്ട്. രാജനും മുഹമ്മദും ആൻ്റണിയും ഒരുമിച്ചിരുന്നു കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ നോമ്പ് തുറ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതൽ, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഇതുണ്ട്. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക, അതൊരു സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ്. നോമ്പ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നോമ്പ് തുറന്ന് നമസ്കരിക്കുക, അത് കഴിഞ്ഞിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, അതൊരു പ്രത്യേക അനുഭവമാണ്, അതൊരു സംതൃപ്തിയാണ്. ഈ നോമ്പിൻ ലോകത്തെമ്പാടുമുള്ള എൻ്റെ മലയാളി സഹോദരന്മാർക്കും ലോകത്തെമ്പാടുമുള്ള മുസ്ലിം അമുസ്ലിം സഹോദരന്മാർക്കും നോമ്പിൻ്റെ ആശംസകൾ. ഈ നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാനുള്ള, അതനുസരിച്ച് നോമ്പ് കഴിഞ്ഞാലും ജീവിക്കുവാനുള്ള മാനസികവും ശാരീരികവുമായ അവസ്ഥ ദൈവം അള്ളാഹു നമ്മൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റമദാൻ ആശംസകൾ.